ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സലാർ വാസസ് പുഷ്പ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതിക്ക് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കല്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. രണ്ടിൻ്റെയും ട്രെയിലർ എടുത്ത് നോക്കാം. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ട്രെയിലർ സലാറിൻ്റെയാണ്. അത് ഓൾ ടൈം റെക്കോർഡാണ് സലാറിൻ്റെ. ഏകദേശം KGF ആയിരുന്നു. അത് പ്രശാന്ത് നീൽ ചിത്രം തന്നെ കടന്നു. സലാറാണ് ഇപ്പം മുമ്പന്തിയിൽ നിൽക്കുന്നത്. ഇതിന് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന പടം, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്ന ട്രെയിലറും സലാറിൻ്റെ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പുഷ്പയുടെ ഹൈപ്പ് കൂടാൻ കാരണം അവർ ഈ ഡേറ്റ് മാറ്റി വെച്ച് കളിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ പുഷ്പയ്ക്ക് അത്രയും FDFS കളക്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസില്ല. പടം കേരളത്തിലും ഫ്ലോപ്പാണ്, സ്വന്തം നാട്ടിലടക്കം ഫ്ലോപ്പാണ്. ഏകദേശം തെലങ്കാന, ആന്ധ്രാപ്രദേശിലൊക്കെ ഫ്ലോപ്പാണെന്നാണ് നമ്മൾ കേട്ടത്. പിന്നെ തമിഴ്നാട്ടിലോട്ട് ഒരു ആവറേജ് കളക്ഷനാണ് തമിഴ്നാട്ടിൽ എടുത്തേക്കുന്നത്. ആകെ മര്യാദക്ക് കളക്ഷൻ എടുത്തിരിക്കാൻ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദി മേഖലയിൽ മാത്രമാണ്. ഇനി സലാറിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കേരളത്തിൽ ഹിറ്റാണ് പടം. തമിഴ്നാട്ടിൽ ആവറേജ് ആണ്, സ്വന്തം നാട്ടിൽ വിജയിച്ചിട്ടുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഇനി നമ്മൾ ഹിന്ദി മേഖലയിലോട്ട് നോക്കുമ്പോൾ ഏകദേശം 495 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഏകദേശം കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 1746 കോടി അത്രയും നേടിയിട്ടുള്ളൂ ബാഹുബലിനെ വെട്ടിച്ചുള്ള. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജും സെക്കൻഡ് ഹാഫ് ഒരു ഫ്ലോപ്പ് രീതിയിൽ പോകുന്ന റിവ്യൂ ആണ് നമുക്ക് കിട്ടിയത് പ്രകാരം. ഫൈറ്റ് സീനൊന്നും കൊള്ളൂലാത്ത റിവ്യൂസ് ആയിരുന്നു. ഞാനടക്കം കണ്ടിട്ട് എനിക്ക് ഫൈറ്റ് സീനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സലാറിലത്തെ ഫൈറ്റ് സീൻ അങ്ങനെയല്ല, നല്ലൊരു ഫൈറ്റ് സീൻ തന്നെയാണ്. സലാർ തിയേറ്ററിൽ മിക്സഡ് റിവ്യൂ ആണ് എല്ലായിടത്തും കിട്ടിയിരുന്നത്. പക്ഷേ അത് സലാർ 2 വരുമ്പോൾ കഥയ്ക്ക് കുറേ പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുന്നതാണ് പ്രശാന്ത് നീലിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് കിട്ടിയത്. ഏകദേശം നല്ലൊരു പടമാവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പുഷ്പ 2 റെക്കോർഡ് തകർക്കാൻ ഏത് ആക്ടറിനെ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആക്ടറിൻ്റെ സിനിമേനെ കൊണ്ട് സാധിക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരേ ഒരു പേര് പറയും, പ്രഭാസ്. കാരണം ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എന്താണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് നമ്മൾ നോക്കിയാൽ പ്രഭാസ് സിനിമയുടെ. നിങ്ങൾക്ക് സലാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ കണ്ടാൽ മതി. നിങ്ങൾ ലോജിക്ക് നോക്കരുത് കഥയിൽ. പിന്നെ കുറച്ച് അമ്മ പാസങ്ങൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊന്നും നോക്കാതെ നിങ്ങൾ ആ പടം കാണുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ അമ്മാദ്യത്തെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പുഷ്പ ഒരിക്കലും കാണാൻ കഴിയില്ല. അതും ഡ്യൂറേഷനാണ്, നമുക്ക് ബോറടിച്ചിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്ക് എങ്ങനെയും കണ്ടുപോകാം. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഒരു ത്രില്ലില്ല, എന്തോ ഒരു ലോജിക്കില്ലാത്തൊരു സാധനം അല്ലു അർജുൻ കടന്ന് കാട്ടുന്നു. അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിലത്തെ ആക്ഷൻ സീൻസ്, സലാറിലത്തെ ആക്ഷൻ സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട, ഇന്ന് 7/7 എമ്പുരാൻ്റെ ടീസർ റിലീസും കണ്ട് എല്ലാവരും കണ്ടോളും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.